السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റി തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു അകറ്റി കൊടുക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമദാനു ശരീഫിലാണ് നാം എല്ലാവരും ഉള്ളത്. റമദാനു ശരീഫിലെ പവിത്രമായ റഹ്മത്തിന്റെ പത്തിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു റഹ്മത്ത് നൽകുന്നവരുടെ കൂട്ടത്തിൽ സാധുക്കളായ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. ഇൻഷാ അല്ലാഹ് കൂടുതലായി ആമുഖങ്ങൾ പറയാതെ നമ്മളെ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും നമ്മളെ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മളെ മജ്ലിസ് എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കണം. നിങ്ങളെ കുടുംബക്കാരിലേക്ക്, കൂട്ടുകാരിലേക്ക്, മറ്റുള്ള വാട്സപ്പ് ഗ്രൂപ്പിലേക്ക്. നിങ്ങൾ കാരണം ഒരുപാട് ആളുകളെ നമ്മളെ മജ്ലിസിലേക്ക് കൊണ്ടുവരണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നിങ്ങൾക്ക് അതിനുള്ള തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം നൽകട്ടെ, അതിനുള്ള ആരോഗ്യം നൽകട്ടെ, അതിനുള്ള മനസ്സ് നൽകട്ടെ. വൈലാ ഹദ്റത്തി സയ്യിദിനാ വഹബീബിനാ വമുൻജീനാ വമുർശിദിനാ വഹാദീനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. വഇലാ ഹദ്റത്തി അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة أجمير خواجة قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيم ولي الله المدهوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. إن شاء الله നമ്മൾ ഇന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. മാതാപിതാക്കൾ, കുടുംബക്കാര്, മക്കള്, ഭർത്താക്കന്മാര്, സ്നേഹിച്ചവര്, സഹായിച്ചവര് എല്ലാവർക്കും വേണ്ടിയും നമ്മൾക്ക് ഒരുമിച്ച് ഒരു ഫാത്തിഹ ഓതാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ.
الضالين آمين. സ്വീകരിക്കണേ റബ്ബേ, കബൂൽ ചെയ്യണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ, മഹാന്മാരെ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയതിന്റെ മിഥിൽ സവാബിനെ മരണപ്പെട്ടു പോയ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാ, അവരെ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ എല്ലാ മുറാദുകളും ഹാസിലാക്കി തരണേ അല്ലാ, ഞങ്ങളെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് സ്വലാത്തുൽ ഫാത്തിഹയിലേക്ക് പ്രവേശിക്കുന്നു. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. സ്വീകരിക്കണേ റബ്ബേ, കബൂൽ ചെയ്യണേ അല്ലാ, ഹബീബായ തങ്ങളെ പൊരുത്തം നൽകണേ അല്ലാ, ഹബീബായ തങ്ങളെ റൗളയിൽ ചെല്ലാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. മഖ്ബൂലും മബ്റൂറും
മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാൻ തൗഫീഖ് നൽകണേ റബ്ബേ. മുത്തുനബിയുടെ ബറക്കത്ത് നൽകി സാധുക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലുന്നത് പരിശുദ്ധമായ റമളാനു ശരീഫില് 1 മുതൽ 30 വരെ മഹാന്മാര് ചൊല്ലാൻ നിർദ്ദേശിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന കൊണ്ട് നമ്മളെ പാപങ്ങൾ പൊറുക്കും, സ്വർഗപ്രവേശനം ലഭിക്കും, നരകത്തിൽ നിന്ന് അള്ളാഹു മോചനം നൽകുകയാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. സ്വീകരിക്കണേ റബ്ബേ, കബൂൽ ചെയ്യണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്, നരകമോചനം നൽകണേ റബ്ബേ, സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. പരിശുദ്ധമായ റമളാനു ശരീഫ് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തില് ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ അകറ്റിത്തരണേ റബ്ബേ, ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലുന്നത് പരിശുദ്ധമായ റമളാനു ശരീഫിലെ ആദ്യത്തെ 10 മഹാന്മാർ ചൊല്ലാൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിനെ ചോദിക്കലാണ്. അള്ളാന്റെ കാരുണ്യം നമ്മൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ ശരിക്കും നമ്മൾക്ക് ജീവിക്കാൻ കഴിയൂല. അതുകൊണ്ട് ഈ പ്രാർത്ഥന നമ്മൾക്ക് ഒരുമിച്ച് ചൊല്ലാം. അല്ലാഹുമ്മർഹംനി യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മർഹംനി യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മർഹംനി യാ അർഹമർ
الراحمين اللهم ارحمني يا أرحم 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 الراحمين قبول ചെയ്യണേ റബ്ബേ നിന്റെ റഹ്മത്ത് നൽകണേ അല്ലാഹ് നിന്റെ കാവൽ നൽകണേ അല്ലാഹ് നിന്റെ സംരക്ഷണം നൽകണേ അല്ലാഹ് ഈ മജ്ലിസ് കേൾക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് നിന്റെ റഹ്മത്തിന്റെ മഴ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ റഹ്മത്തുള്ള വീടാക്കണേ അല്ലാഹ് മക്കളാക്കണേ അല്ലാഹ് കുടുംബമാക്കണേ റബ്ബേ ഇൻഷാ അല്ലാഹ് ഇനി നമ്മളെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാകാൻ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ നമ്മളെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറാൻ നമ്മളെ ഹാജത്തുകൾ നിറവേറാനുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മൾക്ക് ഒരുമിച്ച് ചൊല്ലാം ഇലാഹി അന്ത മഖ്സൂദി വരിലാക മത്ലൂബി 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 ഇലാഹി അന്ത മഖ്സൂദി വരിലാക മത്ലൂബി
മത്ലൂബി ഇലാഹി അൻത മഖ്സൂദി വരിലാക മത്ലൂബി ഇലാഹി അൻത മഖ്സൂദി വരിലാക മത്ലൂബി ഇലാഹി അൻത മഖ്സൂദി വരിലാക മത്ലൂബി. സ്വീകരിക്കണേ റബ്ബേ ഞങ്ങളെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണേ റബ്ബേ, ഞങ്ങളെ ഹാജത്തുകൾ നിറവേറ്റി തരണേ റബ്ബേ, ഞങ്ങളെ കഷ്ടപ്പാടുകൾ അകറ്റി തരണേ അല്ലാഹ്, ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ, കടങ്ങളെ തൊട്ട് സാധുക്കളായ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾക്ക് അല്പം ഇസ്തിഗ്ഫാർ ചൊല്ലി പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. സ്വീകരിക്കണേ റബ്ബേ, പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്, സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണേ റബ്ബേ, ഞങ്ങളെ മനസ്സ് ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയുക. ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. വീടും സ്ഥലവും നല്ല വിലക്ക് വിറ്റുപോകാൻ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ജോലി ശരിയാവാൻ, വിവാഹം ശരിയാകാൻ, വീട് പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാകാൻ വേണ്ടിയിട്ട്, മക്കളുടെ സ്വഭാവം നന്നാവാൻ, ഭാര്യ ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാവാൻ, മരുമക്കളെ സ്വഭാവം നന്നാവാൻ, അമ്മായിമ്മയും അമ്മോശനും സ്നേഹമുള്ളവരാകാൻ, ഇങ്ങനെ പല പ്രയാസങ്ങൾ അസുഖങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ ഇല്ലാതെ രോഗം ശിഫയാകാൻ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. കളഞ്ഞുപോയ വസ്തുക്കൾ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. സുഖപ്രസവത്തിന് വേണ്ടി ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. പരീക്ഷയിൽ മക്കൾക്കൊക്കെ ഉന്നത വിജയം ലഭിക്കാൻ വേണ്ടി ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പല പല ആഗ്രഹങ്ങളും പറഞ്ഞ് നമ്മളെ മജ്‌ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും വേണ്ടിയും ഈ മജ്‌ലിസിൽ ദുആ ചെയ്യുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഫാത്തിഹ സൂറത്ത് തുടക്കത്തിൽ ഓതിയിട്ടുണ്ട്. ഇനി സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദതൈനും ഓതി നമ്മൾക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن
الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وشفينا محمد اللهم عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله نعم الوكيل ونعم المولى ونعم النصير لا إله إلا أنت سبحانك إني كنت من الظالمين أرحم الراحمين പരമദയാലുവായ കരുണക്കടലായ രാജാതിരാജനായ അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് കബൂൽ ചെയ്യണേ അല്ലാഹ് നീ ഇഷ്ടപ്പെട്ട മജ്ലിസാക്കണേ റഹ്മാനെ നീ പൊരുത്തപ്പെട്ട മജ്ലിസാക്കണേ റബ്ബേ ഞങ്ങൾ ചൊല്ലിയത് മുഴുവനും കബൂൽ ചെയ്യണേ അല്ലാഹ് അതിനൊക്കെ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാഹ് ഒരുപാട് ആളുകൾ പല പ്രയാസം കാരണം വിഷമത്തിലാണ് ടെൻഷനിലാണ് എല്ലാ വിഷമങ്ങളും അകറ്റണേ അല്ലാഹ് ടെൻഷനുകൾ അകറ്റി കൊടുക്കണേ അല്ലാഹ് സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാഹ് സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ലാഹ് പല പല അസുഖങ്ങൾ കാരണം വിഷമിക്കുന്ന ആളുകള് പ്രഷർ ഉള്ളവര് ഷുഗർ ഉള്ളവര് ക്യാൻസർ ഉള്ളവര് എയ്ഡ്സ് ഉള്ള ആളുകള് ഗർഭാശയത്തിൽ മുഴയുള്ള ആളുകള് കാലുവേദന ഊരവേദന തലവേദന കണ്ണുവേദന അങ്ങനെ പല വേദനമുള്ള ആളുകള് എല്ലാ അസുഖങ്ങളും ശിഫയാക്കണേ അല്ലാഹ് ആയുരാരോഗ്യം നൽകണേ റഹ്മാനെ ഹോസ്പിറ്റലിലുള്ള ആളുകളുണ്ട് അവർക്കൊക്കെ രോഗം ശിഫയായി വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് വരാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹ് മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റണേ റഹ്മാനെ ആഫിയത്തും ആരോഗ്യവും ഞങ്ങൾക്ക് നിലനിർത്തി തരണേ റഹ്മാനെ പരിശുദ്ധമായ റമദാൻ ശരീഫില് 30 നോമ്പനുഷ്ഠിക്കാനുള്ള ആരോഗ്യം നിലനിർത്തി തരണേ റബ്ബേ അതിനുള്ള മനസ്സ് നൽകണേ റബ്ബേ പടച്ചവനെ ഒരുപാട് ആളുകൾ കടങ്ങൾ കാരണം പ്രയാസത്തിലാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ആളുകളുണ്ട് മക്കളെ കെട്ടിച്ച് കടം വന്ന ആളുകളുണ്ട് വാഹനം വാങ്ങി കടം വന്ന ആളുകളുണ്ട് മക്കളെ പഠിപ്പിച്ച് കടം വന്ന ആളുകളുണ്ട് വീട് വെച്ച് കടം വന്ന ആളുകളുണ്ട് ഹോസ്പിറ്റലിന്റെ ചെലവിന് വേണ്ടി കടം വാങ്ങി പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് വീടിന്റെ ആധാരം ബാങ്കിൽ കൊണ്ടുപോയി വെച്ച ആളുകളുണ്ട് സ്വർണ്ണാഭരണങ്ങൾ ബാങ്കിൽ കൊണ്ടുപോയി വെച്ച ആളുകളുണ്ട് എത്ര മുസീബത്തുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ് കടങ്ങളെ വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ നിന്റെ ഖജനാവ് എത്ര കൊടുത്താലും തീരാത്ത ഖജനാവാണല്ലോ ആ ഖജനാവിൽ നിന്ന് ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്നവർക്ക് നൽകണേ റബ്ബേ ജീവിക്കാൻ ആവശ്യമായ പണം നൽകണേ റഹ്മാനെ ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ട അവസ്ഥ ഞങ്ങൾക്കാർക്കും വരുത്തല്ല അല്ലാഹ് പലിശ എന്ന മുസീബത്തിനെ തൊട്ട് കാക്കണേ റബ്ബേ ദാരിദ്ര്യത്തിനെ തൊട്ട് കാക്കണേ അല്ലാഹ് ഞങ്ങളെ ഭക്ഷണത്തിൽ വിശാല നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഒരുപാട് ആളുകൾ വീടില്ലാതെ പ്രയാസപ്പെടുന്നു വീട് പണി തുടങ്ങി പൂർത്തീകരിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് നല്ല വീട് നൽകണേ അല്ലാഹ് വീട് പണി തുടങ്ങിയവർക്ക് നല്ല നിലക്ക് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ് എല്ലാ തടസ്സങ്ങളും നീക്കി കൊടുക്കണേ റബ്ബേ ഉദ്ദേശിച്ച വീട് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ പടച്ചവനെ ഒരുപാട് മക്കള് ഒരുപാട് സഹോദരന്മാര് ഉപ്പമാര് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് ജോലി അന്വേഷിച്ച് പല രാജ്യങ്ങളിലേക്കും പോയ ആളുകളുണ്ട് എല്ലാവർക്കും ഉദ്ദേശിച്ച ജോലി നൽകണേ റഹ്മാനെ ഭർത്താക്കന്മാർക്ക് ജോലി കൊടുക്കല്ല ഉപ്പമാർക്ക് ജോലി കൊടുക്കല്ല മക്കൾക്ക് ജോലി കൊടുക്കണേ റഹ്മാനെ പഠിച്ചവർക്ക് പഠിച്ച ഉദ്ദേശിച്ച ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ അതിന് ഈ മജ്ലിസ് കാരണമാക്കണേ റഹ്മാനെ അർഹമുർറാഹിമീനായ റബ്ബേ വിവാഹപ്രായമെത്തി വിവാഹം ശരിയാവാതെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അവരുടെ മക്കൾക്കൊക്കെ അനുയോജ്യമായ ജീവിതം നൽകണേ അല്ലാഹ് അനുയോജ്യ
അനുയോജ്യമായ ഇണകളെ നൽകണേ റബ്ബേ, നല്ല ദാമ്പത്യ ജീവിതം നൽകണേ റഹ്മാനെ, ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ റഹ്മാനെ, മക്കളില്ലാത്തവർക്ക് ഖൈറിന്റെ മക്കളെ നൽകി സ്വാലിഹീങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പരീക്ഷ എഴുതിയ മക്കളുണ്ട്, മദ്രസയിൽ പരീക്ഷ എഴുതിയവര്, കോളേജിൽ പരീക്ഷ എഴുതിയവര്, സ്കൂളിൽ പരീക്ഷ എഴുതാൻ പോകുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകണേ അല്ലാ, നല്ല മാർക്കോടെ പാസ്സാകാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ റഹ്മാനെ, ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ റഹ്മാനെ. മോശമായ ചിന്തകളെ തൊട്ട് മക്കളെ കാക്കണേ അല്ലാ, മോശമായ സ്വഭാവങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങൾക്ക് ദുനിയാവിൽ നേടിയെടുക്കാൻ പറ്റാത്തത് ഞങ്ങളെ മക്കളിലൂടെ കാണാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. സ്നേഹമുള്ള മക്കളാക്കണേ റബ്ബേ, അച്ചടക്കമുള്ള മക്കളാക്കണേ അല്ലാ, സന്തോഷം നൽകുന്ന മക്കളാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന മക്കളാക്കണേ അല്ലാ. അവർക്ക് ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ അല്ലാ, നിന്റെ പ്രൊട്ടക്ഷൻ നൽകണേ അല്ലാ, നിന്റെ കാവല് നൽകണേ അല്ലാ. ചതിയന്മാരെ തൊട്ട് ഞങ്ങളെ മക്കളെ കാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങള് നന്നാക്കി കൊടുക്കണേ റഹ്മാനെ. ഭർത്താവിന്റെ സ്വഭാവം ശരിയാകാൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, നല്ല സൽസ്വഭാവികളാക്കണേ അല്ലാ. ഈ ഭാര്യയുടെ സ്വഭാവം നന്നാക്കണേ അല്ലാ, നല്ല ദാമ്പത്യ ജീവിതം നൽകണേ അല്ലാ, ഐക്യമുള്ള ദാമ്പത്യ ജീവിതം നൽകണേ അല്ലാ. ഞങ്ങളെ കുടുംബങ്ങളിലും മക്കളിലൊക്കെ നല്ല ഐക്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. മക്കളെ കെട്ടിച്ച വീട്ടിൽ സമാധാനമല്ല ഉസ്താദെ എന്ന് പറഞ്ഞവരുണ്ട്, ആ വീട്ടിലൊക്കെ സമാധാനം നൽകണേ അല്ലാ. മരുമക്കൾക്കും അമ്മായിയും അമ്മോശന്മാർക്കൊക്കെ സമാധാനത്തോടെ ജീവിക്കാൻ, ഐക്യത്തോടെ ജീവിക്കാനുള്ള മനസ്സ് കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. സിഹ്ർ കണ്ണേറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ, അസൂയാലുക്കളെ തൊട്ട് കാക്കണേ അല്ലാ, കിബറന്മാരെ കിബിറിനെ തൊട്ട് കാക്കണേ അല്ലാ, ചതിയന്മാരെ ചതിയെ തൊട്ടിനെ കാക്കണേ അല്ലാ, കളവ് പറയുന്നവരുടെ കളവിനെ തൊട്ട് കാക്കണേ റഹ്മാനെ, കണ്ണേറിനെ തൊട്ട് കാക്കണേ റഹ്മാനെ, പിശാച് ബാധയെ തൊട്ട് കാക്കണേ അല്ലാ, ശൈത്താനിയത്തായ ജിന്ന് ബാധകളെ തൊട്ട് കാക്കണേ അല്ലാ, ഭാഗ്യദോഷത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. എല്ലാ തടസ്സങ്ങളും നീക്കണേ റഹ്മാനെ. വീടും സ്ഥലവും നല്ല വിലക്ക് വിറ്റുപോകാൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്ക് നല്ല വിലക്ക് വിൽക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. നല്ല സ്ഥലം വാങ്ങാൻ വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, അവർ ഉദ്ദേശിച്ച സ്ഥലം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങൾക്കൊക്കെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. ഹബീബായ തങ്ങളെ റൗളയിൽ പോയി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് എന്ന് പറയാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. ഹബീബായ തങ്ങളെ പൊരുത്തം നൽകണേ അല്ലാ, അവിടുത്തെ മദദ് നൽകണേ അല്ലാ, അവിടുത്തെ ഹൗലുൽ കൗസർ നൽകണേ അല്ലാ, അവിടുത്തെ ശഫാഅത്ത് നൽകണേ അല്ലാ, അവിടുത്തെ മഹബ്ബത്ത് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അവിടുത്തെ ചാരത്ത് സ്വർഗ്ഗത്തിൽ വെച്ച് ഞങ്ങൾക്ക് സീറ്റ് നൽകണേ റബ്ബേ. നിന്റെ യഥാർത്ഥ അടിമകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. 5 വക്ത് കൃത്യമായി ഖളാ ആകാതെ നിസ്കരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കും ഞങ്ങളെ മക്കള് കുടുംബങ്ങൾക്ക് ഈ മജ്ലിസ് കാണുന്നവർക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇബാദത്ത് ചെയ്യാനുള്ള മടിയെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഖുർആൻ ഓതാനുള്ള മനസ്സ് നൽകണേ അല്ലാ, ഞങ്ങൾക്കൊക്കെ ബറക്കത്ത് നൽകണേ അല്ലാ, റഹ്മത്ത് നൽകണേ അല്ലാ, നിന്റെ കാവല് നൽകണേ അല്ലാ, നിന്റെ സഹായം നൽകണേ അല്ലാ, നിന്റെ സംരക്ഷണം നൽകണേ അല്ലാ, നിന്റെ തിരുനോട്ടം നൽകണേ റഹ്മാനെ. ഈ മജ്ലിസിലേക്ക് നേർച്ചയാക്കിയ ആളുകളുണ്ട്, അവരെ മുറാദുകൾ ഹാസിലാക്കണേ റബ്ബേ, അവരെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാ, എല്ലാ ദുഃഖങ്ങളും അകറ്റി കൊടുക്കണേ അല്ലാ, എല്ലാ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ റഹ്മാനെ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, പിശാച് ബാധയെ തൊട്ട് കാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളൊക്കെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണ്, എല്ലാ അപകടങ്ങളെ തൊട്ടും മുസീബത്തിനെ തൊട്ടും കാക്കണേ റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, കവർച്ചക്കാരെ തൊട്ട് കാക്കണേ അല്ലാ, കൊള്ളക്കാരെ തൊട്ട് കാക്കണേ റഹ്മാനെ. പടച്ചവനെ, മരിക്കൽ ഖൈറാകുന്ന സമയത്ത് നല്ല മരണം നൽകി ഞങ്ങൾക്ക് അനുഗ്രഹിക്കണേ റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട്,
അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഒരുപാട് കാലം രോഗശൈലി കടന്നുകൊണ്ട് മറ്റുള്ളവരെ വെറുപ്പിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും വരുത്തല്ല റബ്ബേ. ഞങ്ങളെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരണേ അല്ലാ. ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളെ ഹാജത്തുകൾ നിറവേറ്റി തരണേ അല്ലാ. ഈ മജ്ലിസിലുള്ള ഒരുപാട് ആളുകൾ പല ഉദ്ദേശങ്ങൾ വെച്ചാണ് മജ്ലിസിൽ പങ്കെടുക്കുന്നത്. അവരെ ഉദ്ദേശങ്ങൾ മുഴുവനും നിനക്കറിയാമല്ലോ. അതൊക്കെ എണ്ണി പറയാൻ ഇവിടെ സമയമില്ലാത്തത് കൊണ്ടാണ്. പടച്ചവനെ, പാവങ്ങളാണ് ഈ മജ്ലിസ് കാണുന്നവര്, നിന്നെ സ്നേഹിക്കുന്നവരാണ്. ഈ മജ്ലിസിനെ അതിയായി സ്നേഹിക്കുന്ന പാവപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളായ ഉമ്മമാരാണ് സ്ഥിരമായി ഈ മജ്ലിസ് കാണുന്നത്, സ്ഥിരമായി ആ മജ്ലിസിൽ പങ്കെടുക്കുന്നവര്. അവരെ മജ്ലിസ് നീ വെറുതെ ആക്കല്ല റബ്ബേ. അവരെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ. ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയി. മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന 3 40 15 പറഞ്ഞവരുണ്ട്, മരണപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളെ മജ്ലിസ് കണ്ടവര് മരണപ്പെട്ടു പോയിട്ടുണ്ട് റബ്ബേ. മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് റബ്ബേ. എല്ലാവരുടെ ഖബറും വിശാലമാക്ക, എല്ലാവർക്കും സന്തോഷം നൽക. ഭർത്താക്കന്മാര് ഭാര്യമാര് മരണപ്പെട്ടു പോയവര്, അതുപോലെ തന്നെ മക്കള് മരണപ്പെട്ടു പോയ ആളുകളുണ്ട് റബ്ബേ. ഞങ്ങളെ മജ്ലിസ് സ്ഥിരമായി കാണുന്നവര് മരണപ്പെട്ടു പോയി. അവരെ ഖബർ സ്വർഗമാക്കണേ റഹ്മാനെ. പരിശുദ്ധ ഖുർആനിന്റെ അലങ്കാരം കൊണ്ട് അവരെ ഖബർ അലങ്കരിക്കണേ റബ്ബേ. പരിശുദ്ധ ഖുർആനിന്റെ നൂറ് കൊണ്ട് അവരെ ഖബർ പ്രകാശിപ്പിക്കണേ റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കും നാളെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ഈ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്ന ആളുകളുണ്ട് പടച്ചവനെ. ഈ മജ്ലിസിലേക്ക് ഒരുപാട് ആളുകളെ കൊണ്ടുവരുന്ന സ്നേഹനിധികളായ ഉമ്മ ഉപ്പമാരുണ്ട്. അവരെ നീ കാക്കണേ റബ്ബേ. അവരെ സർവ്വ ഹാജത്തുകളും നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് എല്ലാവർക്കും വിജയം നൽകണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. കളഞ്ഞു പോയ വസ്തു കിട്ടാൻ വേണ്ടി, ലൈസൻസ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ പലതും പറഞ്ഞവരുണ്ട്. അവർക്ക് നല്ല ലൈസൻസ് പാസ്സാകാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. കളഞ്ഞു പോയ വസ്തുക്കൾ എത്രയും പെട്ടെന്ന് കിട്ടാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. നരകത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് നരകമോചനം നൽകുമ്പോ ആ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് പാപമോചനം നൽകുമ്പോ ആ കൂട്ടത്തിൽ ഈ ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്നവരെ ഉൾപ്പെടുത്തണേ അല്ലാ. ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് റഹ്മത്തിന്റെ നോട്ടം നോക്കുമ്പോ ആ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുമ്മ അലൈക തവക്കൽനാ വഇലൈക അനബിനാ വഇലൈകൽ മസീർ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ الراحمين يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും ഉച്ചക്ക് 1 മണിക്ക് നിങ്ങൾക്ക് പഠിക്കേണ്ട വിഷയങ്ങൾ ഉണ്ടാകും. ആ ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുക്കുക. രാവിലെ 6 മണിക്കത്തെ മജ്ലിസിൽ എന്തായാലും പങ്കെടുക്കുക. ഉച്ചക്ക് ആ ക്ലാസ് എല്ലാവരും കേൾക്കുക. തറാവീഹ് നിസ്കാരത്തിനെ കുറിച്ച്, തറാവീഹ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് 10 തെറ്റുകൾ പല ആളുകൾക്കും സംഭവിക്കാറുണ്ട്. അത് ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാവരും നമ്മളെ ചാനലിൽ പോയി കാണണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു.